കാറ്റുകാലമായിട്ടോ. ഒപ്പം മാങ്ങ കൊഴിഞ്ഞ് ചാടുന്ന കാലമായി. പണ്ട് നമ്മൾ ചെറുതിലേ ഇതുപോലെ കുറേ കുട്ടിമാങ്ങ ഇങ്ങനെ പെറുക്കി വെക്കുമായിരുന്നു അല്ലേ, കൊഴിഞ്ഞ് ചാടുന്നത്. അപ്പോൾ പെറുക്കണേന് ഇപ്പോഴൊരു കുറവൊന്നുമില്ല കേട്ടോ. പണ്ടൊക്കെ കുഞ്ഞിലൊക്കെ ആരാൻ്റെ പറമ്പിൽ പോകും, ഇപ്പം അതിൻ്റെ ആവശ്യമില്ല. അവനവൻ്റെ പറമ്പിൽ തന്നെ ഇങ്ങനെ ഈ കൊഴിഞ്ഞ് ചാടുന്ന മാങ്ങ ഇതുപോലെ ഞാൻ എടുത്ത് കഴുകി വൃത്തിയാക്കി തുടച്ചെടുത്ത് ഒട്ടും വെള്ളമില്ലാതെ ഉപ്പിട്ടിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് കുലുക്കി വെക്കണം കേട്ടോ. അങ്ങനെ 3 ദിവസം ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങയാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ആ കാണുന്നത്. ഇനി അതിന് നമുക്ക് മാങ്ങയും വെള്ളം കൂടി ഒന്ന് വേർതിരിച്ചെടുക്കാം. അപ്പോൾ ആ കിട്ടിയ വെള്ളം നമ്മൾ മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി ഈ കടുമാങ്ങ ഇടുന്നതിന് ആവശ്യമായിട്ടുള്ളത് കടുക് പൊടിച്ചത്, മുളക് പൊടി, ഉണക്കമുളക് ചതച്ചത്, കായപ്പൊടി കേട്ടോ. കടുക് അധികം പൊടിയാൻ പാടില്ല, ഒന്ന് ചതച്ചെടുക്കാനേ പാടുള്ളൂ കേട്ടോ. ഈ കടുകിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് നന്നായിട്ട് കിട്ടണം കേട്ടോ. അപ്പോൾ എടുത്ത് വെച്ചിട്ടുള്ള മുളക് പൊടിയും ഉണക്കമുളക് ചതച്ചതും നമ്മൾ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. കരിയാതെ വേണം. ഇനി നമ്മളൊരു ചട്ടിയിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചിട്ട് അതും ചൂടാക്കി അവിടെ വെക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ നേരത്തെ എടുത്ത പാത്രം തന്നെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള മുളക് പൊടിയും ഉണക്കമുളക് ചതച്ചതും അതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കായപ്പൊടി, കടുക് ചതച്ചത് ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുമാങ്ങ ആയതുകൊണ്ടേ കുറച്ച് ഉപ്പ് മുന്തി നിൽക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ. കഞ്ഞിക്കും തൈരിന് ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ആ ഒരു ഉപ്പ് കൂടുതൽ നല്ല ടേസ്റ്റാണ്. ഇനി എടുത്ത് വെച്ചിട്ടുള്ള വെള്ളം കുറേശ്ശായിട്ട് ചേർത്ത് മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ പോരാത്ത വെള്ളം നിങ്ങൾക്ക് ചൂടുവെള്ളം, തിളപ്പിച്ചാറിയ വെള്ളം ചേർക്കാം കേട്ടോ. അപ്പോൾ ആ വെള്ളം മുഴുവൻ ഒഴിച്ച് ചേർത്തിട്ട് ആ മാങ്ങ നന്നായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചക്കടുകാണ് പ്രത്യേകം ചേർക്കേണ്ടത്. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് എപ്പോഴും കഴിക്കുമ്പോൾ കിട്ടുക കേട്ടോ. നല്ല രുചിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പെറുക്കിയ മാങ്ങ, കുഞ്ഞു മാങ്ങ അങ്ങനെ കിട്ടുവാണെങ്കിൽ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ ഇളക്കിയെടുത്തിട്ടുള്ള മാങ്ങ നല്ല വെള്ളമയമൊന്നും ഇല്ലാത്ത നല്ല ചില്ലി ബോട്ടിലേക്ക് ആക്കി വെക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം നേരത്തേക്ക് നമ്മൾ ചൂടാക്കി വെച്ചിട്ടുള്ള എണ്ണ ലേശം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു വാഴയില മീതെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മീതേക്കും കൂടി ബാക്കിയുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അടപ്പിലും ലേശം തേച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വയ്ക്കുമ്പോൾ ഒരു 10 ദിവസം കഴിഞ്ഞ് എടുക്കണേ. അപ്പോൾ പൂപ്പ് കെട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഞാൻ കുറച്ച് അധികം മാങ്ങ പെറുക്കി വെച്ചിട്ട് കടുമാങ്ങ ഇട്ടിട്ടുണ്ട്, കുറേ മാങ്ങ ഉപ്പിലിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബായ്.